നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 804th day. Today 26th sloka of 8th chapter, first skandam. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം, ഇന്ന് 804 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. കുന്തിദേവിയുടെ സ്തുതിയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേച്ചു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. അതിമഹത്തായിട്ടുള്ള ഒരു സ്തുതിയാണ്. ഓം തത്സത്. വിപദസ്സന്തു നശ്വത് തത്ര തത്ര ജഗദ്ഗുരോ, ഭവതോ ദർശനം യത് അപുനർഭവ ദർശനം. ഓം തത്സത്. വിപദസ്സന്തു നശ്വത് തത്ര തത്ര ജഗദ്ഗുരോ, ഭവതോ ദർശനം യത് അപുനർഭവ ദർശനം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് വിപദ സന്തു ന ശശ്വത് തത്ര തത്ര ജഗൽഗുരോ, ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവ ദർശനം. അതായത് ശശ്വത് എപ്പോഴും, തത്ര തത്ര അതാത് അവസരങ്ങളിൽ, ജഗദ്ഗുരു ലോകഗുരുവായിട്ടുള്ളവരെ, ന ഞങ്ങൾക്ക്, വിപദ ആപത്തുകൾ, സന്തു ഉണ്ടാകട്ടെ, യത് എന്തുകൊണ്ടെന്നാൽ ആ പുനർഭവ ദർശനം രണ്ടാമത് ജനിക്കാതെയാക്കുന്ന ദർശനത്തോടു കൂടിയ ഭവത ദർശനം, അങ്ങയുടെ ദർശനം സ്യാത് ഭവിക്കും. കുന്തിദേവി പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ലോകഗുരുവായിട്ടുള്ള ഭഗവാനെ, ആപത്തുകൾ അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളട്ടെ. എന്തുകൊണ്ടെന്നാൽ അപ്പോഴൊക്കെയും ആ സംസാര ദുഃഖം രണ്ടാമതുണ്ടാകാതെ രക്ഷിക്കുന്ന നിന്തിരുവടിയുടെ ദർശനം, അതൊരു ദർശനം ലഭിച്ചാൽ പിന്നീട് സംസാരമാകുന്ന ഈ ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതില്ലയോ. അപ്രകാരമുള്ള ആ ഭഗവാന്റെ ദർശനം ഞങ്ങൾക്ക് അടിക്കടി കിട്ടുമല്ലോ. എന്തെന്നാൽ ആപത്തുണ്ടായപ്പോഴെല്ലാം ശ്രീകൃഷ്ണൻ അവരെ ചെന്ന് കാണുകയും രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവി പറയുകയാണ്, ഞങ്ങൾക്ക് ആപത്തുണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. എന്തെന്നാൽ ആപത്തുണ്ടാകുമ്പോഴൊക്കെ അവിടുന്ന് വന്ന് ഞങ്ങളെ രക്ഷിക്കുമല്ലോ. അങ്ങനെ അവിടുന്ന് വന്ന് രക്ഷിക്കുമ്പോൾ അവിടുത്തെ കാണാമല്ലോ. ആ ഭഗവാനെ കണ്ടാൽ പിന്നെ സംസാര ദുഃഖത്തിൽ, അതായത് ഈ ഭൂമിയിൽ വീണ്ടും ജനിക്കേണ്ടി വരികയില്ല. സംസാര ദുഃഖം രണ്ടാമതുണ്ടാകാത്തതായിട്ടുള്ള അവിടുത്തെ ദർശനം നമുക്ക് ലഭിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ആപത്തുകൾ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് ദേവി പ്രാർത്ഥിക്കുകയാണ്. അതായത് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ, ഭഗവത് ദർശനം ഉണ്ടാകുവാൻ ആപത്തും ഒരു കാരണമാണ്. ആപത്തിൽ കൂടെ നമുക്ക് ഭഗവത് ദർശനം ലഭിക്കുകയും ആപത്തും നമുക്ക് രക്ഷയായി ഭവിക്കും എന്ന് ദേവി ഇവിടെ കാണിക്കുകയാണ്. ഓരോ ആപത്തിൽ അവർ പെട്ടപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ രക്ഷിച്ചിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദേവി പറയുകയാണ്, വീണ്ടും വീണ്ടും ആപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് വന്ന് ഞങ്ങളെ രക്ഷിക്കുമല്ലോ. എങ്ങനെയുള്ള അവിടുന്ന് ലോകത്തിനെല്ലാം ഗുരുവായിട്ടുള്ള ആ ഭഗവാൻ വന്ന് രക്ഷിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, ലോകഗുരുവായിട്ടുള്ളവനെ, ആപത്തുകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിമഹത്തായിട്ടുള്ള കുന്തി സ്തുതിയിലെ ഒരു ശ്ലോകമാണിത്. കുന്തിദേവിയുടെ സ്തുതികൾ എല്ലാം തന്നെ വളരെ മഹത്തരമായിട്ടുള്ളതാണ്. ഓരോ ശ്ലോകവും എടുത്തെടുത്ത് നമുക്ക്
അനേകം ദിവസങ്ങൾ തന്നെ അതിനെപ്പറ്റി പ്രതിപാദിക്കാൻ സാധിക്കും. ആചാര്യന്മാരൊക്കെ അങ്ങനെയാണ് പറയാറ്. ഇപ്പോൾ തന്നെ ഈ ശ്ലോകത്തിൽ ദേവിയുടെ ഭഗവാനോടുള്ള അകമഴിഞ്ഞ ഭക്തി കാണിക്കുകയാണ്. ഏത് ആപത്തുണ്ടായേക്കാളും ഭഗവാൻ രക്ഷിക്കും, അതുകൊണ്ട് ആപത്തുകൾ ഉണ്ടാവട്ടെ, അപ്പോഴൊക്കെ ഭഗവാൻ രക്ഷിക്കുകയും ഭഗവാന്റെ ദർശനം ഉണ്ടാവുകയും ചെയ്യുമല്ലോ എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. വിപദസ്സന്തു നശ്യശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാത് അപുനർഭവ ദർശനം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.